ഹലോ. അപ്പോൾ നമുക്കിന്ന് വളരെ സിമ്പിളായിട്ട്, അതായത് ഒരുപാട് ഐറ്റംസ് ഒന്നും ഇല്ലെങ്കിലും വളരെ ഈസി ആയിട്ട് രുചികരമായ ഒരു മന്തി തയ്യാറാക്കുന്ന ഒരു വീഡിയോ ആണ് നമ്മളിന്ന് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ ഈ വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുന്ന സമയത്ത് നിങ്ങൾ ആ ലൈക്ക് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യാനും, അതുപോലെ ഞാനിടുന്ന കൂടുതൽ വീഡിയോസ് കാണുന്നതിന് വേണ്ടിയിട്ട് നിങ്ങൾ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ മന്തി തയ്യാറാക്കാൻ ആദ്യം നമുക്ക് ചിക്കൻ ഒന്ന് മസാല തേച്ച് വെക്കണം. അപ്പോൾ ഞാനിവിടെ 2 കിലോ അളവിലുള്ള ചിക്കൻ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. അതിലേക്ക് 2 ടേബിൾ സ്പൂൺ മുളക് പൊടി, അല്പം മഞ്ഞൾപ്പൊടിയും അല്പം ഗരം മസാലപ്പൊടിയും, അതുപോലെ 1 ടീസ്പൂൺ കണക്കാക്കി മന്തി മസാല. അത് നമ്മൾ പാക്കറ്റിൽ വാങ്ങിക്കുന്നതാണ്. അപ്പോൾ അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ആവശ്യത്തിന് ഉപ്പും 1 ടീസ്പൂൺ നിറയെ കുരുമുളക് ഫ്രഷായിട്ട് പൊടിച്ചിട്ട് കൊടുക്കുക. അത് ചേർക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കുള്ളൂ. പിന്നെ ഒരു ചെറുനാരങ്ങ പിഴിഞ്ഞിട്ട് എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ ഈ സമയത്ത് നമുക്ക് കുറച്ച് വെജിറ്റബിൾ ഓയിലോ അതല്ലെങ്കിൽ ഒലിവ് ഓയിലോ ചേർത്തിട്ട് ഈ മസാല മിക്സ് ചെയ്യാം കേട്ടോ. ഞാനിവിടെ അല്പം വെള്ളം ഒഴിച്ചിട്ട് തന്നെയാണ് ഈ മസാല ഒന്ന് മിക്സ് ചെയ്യുന്നത്. എന്നിട്ട് ഉപ്പും പാകത്തിനാണോ നോക്കിയതിന് ശേഷം അതിലേക്ക് ഈ ചിക്കനിലേക്ക് നല്ലോണം തന്നെ ഒന്ന് തേച്ച് പിടിപ്പിക്കാം. ഇനി നമുക്ക് വേണമെങ്കിൽ ഒരല്പം നേരം ഇതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. അതല്ലെങ്കിൽ അപ്പം തന്നെ ഞാനിവിടെ 1 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് ഇതൊന്ന് വേവിക്കാൻ വെക്കുന്നുണ്ട്. ഇത് നമുക്ക് ചിക്കൻ വേവിക്കാതെ തന്നെ ഡയറക്റ്റായിട്ട് ഫ്രൈ ചെയ്തിട്ട് എടുക്കാം. അതല്ലാതെ ഇപ്പം നമുക്ക് ചിക്കൻ വേവിച്ചിട്ട് എടുക്കുമ്പോൾ ഇതിലെ കുറച്ച് ചിക്കൻ്റെ വെള്ളമൊക്കെ നമുക്ക് ഇറങ്ങി വരുമല്ലോ. ആ വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് ഈ ചോറുണ്ടാക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കുള്ളൂ. ഇനി നമുക്ക് റൈസ് ഉണ്ടാക്കാൻ വേണ്ടി ഞാനൊരു വലിയൊരു സോസ് പാൻ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു 5 ടേബിൾ സ്പൂൺ കണക്കാക്കി വെജിറ്റബിൾ ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളി ഒന്ന് ക്രഷ് ചെയ്തതാണ് അത് ഇട്ട് കൊടുത്ത് ഒന്ന് നല്ലോണം ഒന്ന് വഴന്ന് വരുമ്പോൾ ഇതിലേക്ക് ഞാൻ സവാള ഇട്ട് വഴറ്റിയെടുക്കുന്നുണ്ട്. സവാള ചെറുതായി അരിഞ്ഞിട്ടാണ് എടുത്തിരിക്കുന്നത്. ഇതെല്ലാം സവാള ഒന്നും ഒരുപാട് കളറ് മാറേണ്ട ആവശ്യമില്ല കേട്ടോ. ജസ്റ്റ് ഒന്ന് വഴറ്റിയെടുത്താൽ മതി. അപ്പോൾ ഇതിലേക്ക് പട്ടയും കുരുമുളകും ബേ ലീഫൊക്കെ ഇട്ടൊന്ന് വഴറ്റിയിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് ഞാനിപ്പോൾ 2 ടൊമാറ്റോ അതെടുത്ത് അരച്ചെടുക്കുന്നുണ്ട്. നല്ലോണം പേസ്റ്റ് പോലെ അരച്ചെടുത്തിട്ട് നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. പിന്നെ കുറച്ച് 5 6 പച്ചമുളകും കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഈ ടൊമാറ്റോ പേസ്റ്റ് വെള്ളമില്ലാതെ തന്നെ അരച്ചെടുത്തതാണിത്. അപ്പോൾ ഇതിലേക്ക് ഇത് ചേർത്തിട്ട് ഇതിൻ്റെ ഈ ഒരു റോസ് സ്മെല്ലൊക്കെ ഒന്ന് മാറുന്നവരൊന്ന് വഴറ്റിയെടുക്കുക. അപ്പോൾ ഈ തക്കാളിയൊക്കെ അരച്ച് ചേർക്കുന്നതുകൊണ്ട് തന്നെ ഈ ചോറ് വെന്ത് വരുമ്പോൾ നല്ലൊരു ഫ്ലേവറായിരിക്കുള്ളൂ. അപ്പോൾ ഞാൻ ചിക്കൻ വേവിച്ച മസാലയിൽ കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചിട്ടാണ് ഇതിലേക്ക് ഒഴിക്കുന്നത്. അപ്പോൾ ആകെ 2.5 കപ്പ് അരിയാണ് ഞാൻ ഇതിലേക്ക് ചോറിനെടുത്തിരിക്കുന്നത്. അപ്പോൾ 1 കപ്പിന് 1.25 കപ്പ് വെള്ളം കണക്കാക്കിയിട്ടാണ് ഒഴിച്ചിരിക്കുന്നത്. അപ്പോൾ ആവശ്യത്തിന് ഉപ്പും ചേർത്തിട്ട് പിന്നെ 1 ടേബിൾ സ്പൂൺ കണക്കാക്കി മന്തി മസാലപ്പൊടി അതും ഇട്ട് കൊടുക്കണം. അപ്പോൾ അതും കൂടെ ചേർക്കുമ്പോൾ നല്ലൊരു ഫ്ലേവർ വരുമല്ലോ. പിന്നെ കുറച്ച് മല്ലിയിലയും അതുപോലെ ഒരു ബ്ലാക്ക് ലെമനും ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ സമയത്ത് ഉപ്പ് പാകത്തിനാണ് നോക്കണം. അപ്പോൾ ചോറിൻ്റെ വെള്ളത്തിന് എപ്പോഴും ഉപ്പ് കുറച്ച് കൂടി നിന്നാലേ ചോറ് വെന്ത് വരുമ്പോൾ കറക്റ്റ് പാകത്തിനായി കിട്ടുള്ളൂ. ചോറ് നമ്മൾ 2 രീതിയിൽ ചെയ്യാറുണ്ട് അല്ലേ. തിളപ്പിച്ച് ഊറ്റിയെടുത്തിട്ടും ചെയ്യാറുണ്ട്. പിന്നെ ഈ രീതിയിൽ ഇപ്പോൾ തക്കാളിയൊക്കെ അരച്ച് ചേർത്തിട്ട് ഇതേ രീതിയിൽ ചെയ്യുമ്പോൾ ഇതുപോലെ വറ്റിച്ചെടുക്കുന്നത് നല്ലത്. ഞാനിപ്പോൾ ഇവിടെ 2.5 കപ്പ് ബസ്മതി റൈസ് കഴുകി കുറച്ച് സമയം വെള്ളത്തിലിട്ടൊന്ന് സോക്ക് ചെയ്തതാണ് കേട്ടോ. എന്നിട്ട് അതിൻ്റെ പശയൊക്കെ കളഞ്ഞിട്ട് വെള്ളമൊക്കെ കളഞ്ഞതാണത്. അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതെല്ലാം കൂടെ നല്ലോണം ഒന്ന് മിക്സ് ചെയ്തിട്ട് അടച്ചു വെച്ച് നമുക്കൊരു മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ ഒരു 3 മിനിറ്റ് നല്ലോണം ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ആ സമയത്ത് നമ്മൾ ഇപ്പോൾ വെള്ളത്തിലേക്ക് ഒരല്പം വിനീഗർ അല്ലെങ്കിൽ ചെറുനാരങ്ങയായാലും മതി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ചോറൊന്നും ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഈ ഒരു സമയത്ത് നമുക്ക് വേവിച്ച് വെച്ച് ചിക്കനിലേക്ക് ഒരല്പം മസാല കൂടെ പുരട്ടിയിട്ട് നമുക്കിതൊന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുക്കണം. അതിലേക്ക് ഞാനിപ്പോൾ ഒരു അല്പം മുളക് പൊടിയും വേണമെങ്കിൽ കുറച്ച് കാശ്മീരി മുളക് പൊടി ഇടാം കേട്ടോ. അപ്പോൾ കുറച്ചും കൂടെ കളർ കിട്ടും. മുളക് പൊടിയും അതുപോലെ 1 ടീസ്പൂൺ നിറയെ കുരുമുളക് പൊടിയും പിന്നെ വേണമെങ്കിൽ അല്പം മന്തി മസാല ചേർക്കതിലേക്ക് ആവശ്യത്തിന് ഉപ്പും അല്പം വിനീഗറും കൂടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എന്നിട്ട് നമുക്കിതൊന്ന് മസാല തേച്ച് പിടിപ്പിക്കാം. അപ്പോൾ ഇതിലേക്ക് ഇറച്ചിയിലേക്ക് കുറച്ചും കൂടെ ചിക്കനിലേക്ക് മസാലയൊക്കെ നല്ലോണം പിടിച്ചിട്ടുണ്ടാവും ചെറുതായിട്ട് ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ. ഇപ്പോൾ നമ്മൾ അരി ഒരു 3 മിനിറ്റ് നല്ല മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ തിളച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ ഏകദേശം കുറച്ച് വെള്ളമൊക്കെ വറ്റിയിട്ടുണ്ടാവും. ഇനി നമുക്കിത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ചെറിയ തീയിലിട്ട് ലോ ഫ്ലെയിമിലിട്ട് തന്നെ ഏകദേശം ഒരു 10-11 മിനിറ്റ് വേവിച്ചെടുക്കുക. എന്തായാലും നമ്മൾ എടുക്കുന്ന ഈ അരിയുടെ ക്വാളിറ്റി അനുസരിച്ചാണ് ഇതിൻ്റെ വേവ് വരുന്നത്. ചിലത് പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും. എന്തായാലും കുഴഞ്ഞു പോകാതെ തന്നെ നമ്മളിത് തയ്യാറാക്കി എടുക്കണം. ഇനി നമുക്ക് ഈ മസാല പുരട്ടി വെച്ചിരിക്കുന്ന ചിക്കൻ
ഒരല്പം വെജിറ്റബിൾ ഓയിൽ തന്നെ ഒഴിച്ചിട്ട് ഇതൊന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുക്കുക. അപ്പോൾ ഈ മസാലകളൊക്കെ ചിക്കനിൽ നല്ലോണം ഒന്ന് പുരണ്ട് വന്നിട്ടുണ്ടാവും. നേരത്തെ നമ്മളിത് വേവിച്ചെടുത്ത ചിക്കനാണല്ലോ, അപ്പോൾ അതുകൊണ്ട് തന്നെ ജസ്റ്റ് ഒന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുത്താൽ മതി. അപ്പോൾ നമ്മളിവിടെ 10 മിനിറ്റ് ചെറിയ തീയിൽ വേവിക്കാൻ വെച്ചിരിക്കുന്ന റൈസ് പാകത്തിന് വെന്ത് വന്നിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് താഴെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി. ഇപ്പോൾ നല്ല മന്തിയുടെ ഒരു ഫ്ലേവറൊക്കെ വരുന്നുണ്ട്. അതുപോലെ തക്കാളി അരച്ച് ചേർത്തുകൊണ്ട് തന്നെ ചോറിന് കുറച്ചും കൂടെ ഒരു കളർ കൂടുതലായി തോന്നുന്നു കേട്ടോ. കണ്ടോ, അപ്പോൾ പാകത്തിന് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് ലെവൽ ചെയ്ത് വെച്ചിട്ട് ഇനി ഇതിൻ്റെ മേലെ നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ പീസസൊക്കെ എടുത്ത് വെച്ച് കൊടുക്കുക. ചിക്കൻ നമ്മൾ മസാല പുരട്ടി ആദ്യം ഒന്ന് വേവിച്ചതാണല്ലോ, പിന്നെ ഒന്ന് മസാല തേച്ച് ഷാലോ ഫ്രൈയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ മസാലകളൊക്കെ നല്ല പിടിച്ചിട്ടുണ്ട്, നല്ല പാകത്തിന് വെന്തിട്ടുണ്ട്. ഇനി ഇതിലേക്കൊരു അറബിക് ടച്ച് കിട്ടണമെങ്കിൽ ഈ റൈസിനും ചിക്കനൊക്കെ ഒരു സ്മോക്കി ഫ്ലേവർ വരണം അല്ലേ. അപ്പോൾ ഞാനിവിടെ ചാർക്കോൾ കയ്യിലില്ലാത്തത് കൊണ്ട് ഒരു ചിരട്ട കത്തിച്ചിട്ടാണ് ഇതിൻ്റെ കനലിട്ട് കൊടുത്തിരിക്കുന്നത്. അതിലേക്ക് ഒരല്പം ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്, വെജിറ്റബിൾ ഓയിൽ. ഇനി ഇതിൻ്റെ സ്മോക്ക് മൊത്തം റൈസിലേക്കും അതുപോലെ തന്നെ ചിക്കനിലേക്കൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മളൊരു ഏകദേശം ഒരു 15-20 മിനിറ്റ് നല്ല എയർ ടൈറ്റായിട്ട് തന്നെ അത് കവർ ചെയ്ത് വെക്കണം. അപ്പോൾ ഈ റൈസിലേക്കും ചിക്കനിലേക്കൊക്കെ നല്ലൊരു സ്മോക്കി ഫ്ലേവർ വന്നിട്ടുണ്ട്. ഇനി ഈ ചിക്കൻ അതിൻ്റെ മേലെ നിന്ന് എടുത്ത് മാറ്റിയതിന് ശേഷം ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്യുക. ചൂടോടുകൂടെ തന്നെ നമുക്ക് ഈ മന്തി നമുക്ക് സെർവ് ചെയ്യാം. ഇപ്പോൾ തക്കാളിയൊക്കെ അരച്ച് ചേർത്തുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ ഈ ചോറിന് കുറച്ചും കൂടെ സാധാരണ മന്തിനേലും വെച്ച് കളർ കൂടുതലായി തോന്നുന്നത്. പക്ഷേ കഴിക്കാൻ നല്ല ടേസ്റ്റ് ആയിരിക്കുള്ളൂ. അപ്പോൾ ഇതിൻ്റെ കൂടെ കഴിക്കാൻ ഞാൻ ടൊമാറ്റോ ചട്നി ഉണ്ടാക്കിയിട്ടുണ്ട്, അതുപോലെ മയോണൈസ് ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ വീഡിയോ കണ്ട് ഇഷ്ടമായാലും ഇല്ലെങ്കിലും നിങ്ങളെ ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത് കേട്ടോ. പിന്നെ പുതിയൊരു വീഡിയോ ആയിട്ട് അടുത്ത് തന്നെ കാണുന്നവർക്കും ബൈ.